പൂഴിമുറ്റത്തതാ പൂക്കൾ തൂകി പൂമ്പാറ്റകൾക്ക് കുടീരമായി കാഞ്ചനവെയിലും നുണച്ചിറക്കി കാണുമലരിതൻ ചില്ലയിന്മേൽ നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിക്കുന്നുണ്ട് ഇളം കിളികൾ. സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകാൻ പോകുന്ന കുട്ടിയുടെ അച്ഛൻ വന്ന് പറയുന്നതാണ്. അങ്ങനൊരു അച്ഛനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞിനോട് നിന്റെ സുഹൃത്ത് ആരാണ് എന്നാണ് ഈ രക്ഷിതാവ് പറയുന്നത്. നിന്നെ പതിവ് പോലെ കാത്തിരിക്കുന്ന ഇളം കിളികൾ, പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ. നീ അവരോട് യാത്ര പറയണം. നീ ആദ്യമായി സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ്. പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിലായിരുന്നല്ലോ നീ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ തമ്മിലായിരുന്നില്ലേ സംസാരം? നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. നീ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ ഇവനെ കണ്ടാൽ മറന്നുപോകും. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വ്യാകരണമൊക്കെ പഠിച്ചിട്ട് വരും. നാവിൽ നിന്നെപ്പോഴേ പോയി കഴിഞ്ഞു നാനാ ജഗന്മനോരമ്യ ഭാഷ. നാവിൽ നിന്ന് എത്രയോ കാലം മുമ്പ് നീ ആ വ്യാകരണം പഠിച്ചു തുടങ്ങുമ്പോൾ നീ ഈ പക്ഷിയോട് സംസാരിച്ച, ഈ പൂക്കളോട് സംസാരിച്ച, ഈ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളോട് സംസാരിച്ച നാനാ ജഗന്മനോരമ്യ ഭാഷ നാവിൽ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ആശങ്കപ്പെടുന്ന രക്ഷിതാവാണോ നിങ്ങൾ? അങ്ങനെ ആകാൻ രക്ഷിതാവിന് കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ആവാൻ കുട്ടിക്കും കഴിയില്ല. അങ്ങനെ പക്ഷിയോടും പൂക്കളോടും ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള സകല ജീവജാലങ്ങളോടും വർത്തമാനം പറയുന്ന കുട്ടികൾ, ആ കുട്ടികളൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു കരുത്തായിരുന്നു. ഇന്ന് പക്ഷികൾക്ക് വന്നിരിക്കാനുള്ള വള്ളിപ്പറപ്പുകൾ ഇവിടെ, അവരോട് സംസാരിക്കാൻ കുട്ടികൾക്ക് സമയം എവിടെ? അങ്ങനെ സംസാരിക്കുന്നത് കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കൾ എവിടെ? കരിയറിസ്റ്റ് ആക്കണ്ടേ? കാനഡയിലോട്ട് വിടണ്ടേ? വലിയ ആകാംക്ഷയിലല്ലേ നിങ്ങൾ? ഇതൊക്കെയാണ് അതിനുശേഷം സംഭവിക്കുന്നത്.